ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ ചില്ലി ഡ്രൈ ഇതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആദ്യമേ കുറച്ച് പൊട്ടറ്റോ വേണം. അപ്പോൾ പൊട്ടറ്റോ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം വലുപ്പമുള്ള 3 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോ 3-4 സ്ലൈസുകളാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് ആ സ്ലൈസുകൾ വീണ്ടും 4 ലോങ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് പൊട്ടറ്റോ കട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പൊട്ടറ്റോ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ട മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പൊട്ടറ്റോയ്ക്ക് അകത്തേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കൂടാതെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ഇത് റീപ്ലേസ് ചെയ്ത് ഫുഡ് കളർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ കോൺഫ്ലവറും മുളക് പൊടിയും എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് കോട്ടിങ് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പൊട്ടറ്റോക്കകത്തേക്ക് ചേർത്തു നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാട്ടോ നമുക്ക് വേണ്ടിയത്. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. കളർ മാറിയില്ലെങ്കിലും നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടുന്നത് വരെയും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കൂ, നന്നായി മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരിടത്തരം വലുപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞത്. 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് സോസുകൾ വേണം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ സോയ സോസ് എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഗാർലിക് 1 ടേബിൾ സ്പൂൺ. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയത്. ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത്യാവശ്യം നല്ല ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് ആദ്യമേ ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോഫ്റ്റൻ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. നന്നായി സോഫ്റ്റൻ ആവാം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കുക. അതേപോലെ ക്യാബേജും ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ സോട്ട് ചെയ്തെടുക്കൂല, അതേപോലെ നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക. കൂടാതെ ഈ ഒരു വെജിറ്റബിൾസിന് സീസൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സോഫ്റ്റനായി വന്നിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സോസുകളും ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയ സോസ്, അതേപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ. കൂടാതെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഈ സോസും അതേപോലെ ഇതിനകത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല കോട്ടിങ് വരുന്നത് പോലെ ചെയ്തെടുക്കുക. നോക്കൂ, നമ്മുടെ പൊട്ടറ്റോ ഡ്രൈ ചില്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന എന്താണെന്നറിയോ? ഇതിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ലതാണ്. ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്ന സൈഡ് ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എസ്പെഷ്യലി ചൈനീസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന വിഭവമാണ്. വളരെ എളുപ്പമാണ്. എനിക്ക് ഫ്രഞ്ച് ഒനിയനും സെലറി ഒന്നും ഇല്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും ഭാവനാസ് ഫുഡ് ടേബിളിലൂടെ നല്ലൊരു വിഭവമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.